സന്തോഷമുണ്ട്, ഒരുപാട് എന്താ പറയുക, കുറച്ചൊക്കെ സങ്കടങ്ങളുണ്ട്. നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ ഗബ്രിയുടെ ഒരു വീഡിയോ ആണ്. ഗബ്രി അപ്പോൾ നിലവിൽ ഗബ്രി ആദ്യം തന്നെ പറയുന്നത് സന്തോഷമുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റിയതും 100 ദിവസം നിൽക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും ഇത്ര ദിവസം നിന്നിട്ട് എനിക്ക് വീണ്ടും വരാൻ പറ്റിയത്. ശരിക്കും സങ്കടമുണ്ടെന്ന് പറയാൻ കാരണം ജാസ്മിന് കപ്പിട്ടില്ല, അതായിരിക്കണം. ബിഗ് ബോസിൻ്റെ അകത്ത് ഗെയിം നന്നാവണം. ഇത് വളരെ മോശമായ രീതിയിലാണ് ഗെയിം മൂവ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരൊന്നും വോട്ട് ചെയ്യില്ല. അവിടെയാണ് ഈ ജാസ്മിൻ അടി പതറിപ്പോയത്. എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു റോക്കിനെ പോലും ക്ഷണിച്ചിട്ടില്ല. റോക്കിനെ ക്ഷണിക്കാത്തത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്. അത് പിന്നെ പ്രേക്ഷകർക്ക് വെറുത്തു പോയതുകൊണ്ടാണ്. പ്രേക്ഷകർക്ക് മാത്രമല്ല, സിജോ എന്ന് പറയുന്ന നല്ലൊരു ഗെയിമറെ അറ്റാക്ക് ചെയ്തതിൻ്റെ പേരിലാണ്. എന്തായാലും അത്രയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വേറൊരു കണ്ടസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടില്ല. നിലവിൽ ഈ റോക്കി അടുത്ത കുറച്ച് ദിവസങ്ങളിൽ അടുപ്പിച്ച് വീഡിയോ ലൈവൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിൽ യാതൊരു ഗുണവുമില്ല. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് അദ്ദേഹത്തിന് ബിഗ് ബോസ് ഹൗസിലേക്ക് ഒന്ന് ക്ഷണിക്കാതെ പോലും ഇരുന്നു. അവസാന നിമിഷത്തിലൊന്നും ക്ഷണിക്കണമായിരുന്നു. അത് ശരിക്കും ഷെയിമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയായിരുന്നു. കാരണം നമ്മൾ ഇവിടെ വന്ന ദിവസങ്ങളിൽ 100 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ 100 ദിവസം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വരുന്നത്. എല്ലാവരും വരുന്ന ഈ 100 ദിവസം നിൽക്കാൻ തന്നെയാണ്, കപ്പടിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹത്തോട് വരുന്ന എല്ലാ കണ്ടസ്റ്റൻസും. അല്ലാതെ ഗബ്രി മാത്രമല്ല, എല്ലാവർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കപ്പടിക്കണം തന്നെ ആഗ്രഹം. അതിൽ നമ്മുടെ കരുമാടിക്കുട്ടനായ ജിൻഡോ കപ്പടിച്ചു. അദ്ദേഹത്തിന് നല്ലൊരു എയിം ഉണ്ടായിരുന്നു. അതായത് 100 പേര് കൂടി ഒരുമിച്ച് അറ്റാക്ക് ചെയ്താലും ക്ഷമിക്കാനുള്ള കഴിവ്, പിന്നെ അതോടൊപ്പം തന്നെ മാന്യമായ രീതിയിലുള്ള ഗെയിം, വളരെ ആത്മാർത്ഥതയോടുകൂടിയുള്ള ഗെയിം, പിന്നെ ബിഗ് ബോസ് ഹൗസിൽ വളരെ ക്ഷമയോടുകൂടി നിൽക്കാനുള്ള കപ്പാസിറ്റി ആയി തന്നെ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ നമ്മളൊന്ന് പ്രമോക്ക് ചെയ്യുമ്പോൾ അതിനെതിരെ പെട്ടെന്ന് പ്രതികരിച്ച് ഔട്ടാകാനുള്ള ശ്രമം നടത്തരുത്. പിന്നെ പ്രേക്ഷകർ എല്ലാവരും ഇത് കണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മളതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഓരോ ഗെയിമും ആ നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യാനായിട്ട്. അതിൽ പാളിച്ചകൾ സംഭവിക്കുമ്പോഴാണ് ഈ വോട്ടിൻ്റെ ഒരു ലെങ്ത് ഒക്കെ കുറയണത്. അത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കപ്പ് തരുന്നത്. 55 ദിവസം പോണ സമയത്ത് ഞാൻ ആക്ച്വലി ഹാപ്പി ആയിരുന്നു. എനിക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ അന്ന് നമുക്കൊരു ഉറപ്പുണ്ട് 3 ദിവസം ഇനിയും വന്ന് നിൽക്കാൻ പറ്റും. പിന്നെ ഇവരൊക്കെ വീണ്ടും ഇവരുടെ കൂടെ ആ വീടിൻ്റെ അകത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ആക്ച്വലി അതൊരു ലോകം തന്നെയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടിയ ഒരു ലോകം തന്നെയാണ്. പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ലോകമാണ്. ആ ലോകം ഇന്നലത്തോടെ അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് വിഷമമുണ്ട്. ആ വീടാണെങ്കിലും നമ്മൾ ശരിക്കും ഭയങ്കര സ്വന്തമായിട്ട് കണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൽ ഇനി ഒന്നുമില്ലാതെ സെറ്റ് പൊളിച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇതിലെ കണ്ടസ്റ്റൻസിനേക്കാളും കൂടുതൽ സങ്കടപ്പെടുന്ന ആരെന്നറിയാവോ? യൂട്യൂബേഴ്സാണ്. കാരണം അവർ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ ഒത്തിരി നല്ല പണിയുണ്ട്. ഇത്രയും ദിവസം ആർമാദിച്ചുകൊണ്ടിരിക്കുന്ന ആർമാദം എന്ന് പറഞ്ഞാൽ ഗംഭീര ആർമാദമായിരുന്നു. ലൈവ് കാണാം, അപ്പം കയറി ഇടുക, അപ്പം തന്നെ വീഡിയോ ഇടുക. ലൈവ് കാണാം, അപ്പം തന്നെ വീഡിയോ ഇടുക. വിഷമിക്കാനൊന്നുമില്ല. ഇനി 7ാം സീസണൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇനി നല്ല കണ്ടസ്റ്റൻസ് വരുമെന്ന് വിചാരിക്കണു. ഈ 6ാം സീസണിൽ നടന്ന പോലെ തല്ലും ഇടിയും ബഹളമൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ആക്ച്വലി സങ്കടമുണ്ട്. എന്നാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ, ഒരുപാട് നല്ല സൗഹൃദങ്ങളും ഒരുപാട് നല്ല വ്യക്തികളെയും പരിചയപ്പെടാൻ പറ്റിയതിൽ, ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റിയതിൽ, ലാലേട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു സീനാണ്. പൊന്നു മച്ചാനെ, പൊളിയാണ് പൊളി. അറ്റ് ദ സെയിം ടൈം ഈ ഗബ്രിയുടെ മനസ്സിലുള്ള ആൾ തന്നെയാണോ ഒന്നാം സ്ഥാനം നേടിയത്? എൻ്റെ മനസ്സിൽ ഞാനെപ്പോഴും പറയാറുണ്ടായിരുന്നു, എനിക്ക് ആഗ്രഹം ജാസ്മിൻ തന്നെ കപ്പെടുക്കണമെന്നായിരുന്നു. പൊന്നു ബ്രോ, നേരെ കിടക്കുന്ന സംഭവമല്ലേ ഇത്. ജിൻഡോ കപ്പടിക്കുന്നുള്ള കാര്യം, പിന്നെ പ്രതീക്ഷകൾ നൽകിയിട്ട് എന്ത് കാര്യം? ജിൻഡോ കപ്പടിക്കുന്നു 100 വോൾട്ടേജിൽ നമുക്കറിയായിരുന്നു. പ്രേക്ഷകരുടെ ഒരു വോട്ടിങ്ങിൻ്റെ ലെങ്ത്തും അതനുസരിച്ചായിരുന്നു. പിന്നെ ആർക്ക് പ്രതീക്ഷ കൊടുത്തിട്ടും കാര്യമില്ലെന്ന് അറിയാലോ. അവസാന നിമിഷം വരെ പ്രേക്ഷകർ കട്ടക്കായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തോരം പ്രതികരണമാണോ ഉണ്ടാക്കുന്നത്. ആ പ്രതികരണത്തിൽ 100-ൽ 98% ജിൻഡോക്കാണ്. ബാക്കി 2% മാത്രമാണ് ഈ പറഞ്ഞ ജാസ്മിൻ. ഒരു കാരണവശാലും കിട്ടൂലായിരുന്നു, ഉറപ്പായിരുന്നത്. ഒരു കാരണവശാലും കിട്ടുമെന്ന് ഉറപ്പായിരുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ പറയാറുണ്ടായിരുന്നു, വോട്ടിംഗ് സ്റ്റേറ്റസ് വെച്ച് നോക്കുന്ന സമയത്ത് പുറത്ത് സപ്പോർട്ട് വെച്ച് നോക്കുമ്പോഴും ജിൻഡോ ചേട്ടനാണ് കപ്പെടുക്കാൻ സാധ്യത കൂടുതലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനൊന്നും പറയല്ലേ ഗബ്രി. കാരണം ഗബ്രിയും ജാസ്മിനും കൂടി അറ്റാക്ക് ചെയ്യണ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഇപ്പൊ പൊക്കി പറഞ്ഞിട്ട് കാര്യമില്ല. കപ്പടിച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ടെങ്കിലും നമുക്ക് വായർന്ന് പറയാലോ. ചേട്ടൻ പാവമാണ്, ആ ചേട്ടൻ സുന്ദരനായിരുന്നു, ആ ചേട്ടൻ ഉറപ്പാണ് കപ്പടിക്കുന്നുള്ള കാര്യം. ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവസാന നിമിഷത്തിൽ കപ്പൊക്കെ അടിച്ച് കഴിയുമ്പോൾ പൊക്കി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല.
നിങ്ങൾ അവിടെ ഗെയിം കളിക്കുമ്പോഴും നന്നായിട്ട് അറ്റാക്ക് ചെയ്യണം, രണ്ടുപേരുടെ അറ്റാക്ക് ചെയ്യണം. ഞങ്ങൾ നേരിൽ കണ്ടതാണ്, പ്രേക്ഷകർ നേരിട്ട് കണ്ട കാര്യമാണ്. ഒരിക്കലും ഇല്ല. അത് പ്രേക്ഷകർക്ക് എങ്ങനെയാണ് തെറ്റും? നമ്മൾ കാണുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അത് എന്താ പറയുക, ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും പ്രേക്ഷകർ നേരിട്ട് കണ്ടപ്പോൾ അവർക്ക് വോട്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ജിൻറ്റുവിന് വോട്ട് ചെയ്ത് കൊടുത്തത്. അല്ലാതെ വെറുതെ ഈ പൊട്ടന്മാരൊന്നുമല്ല പ്രേക്ഷകർ. അക്കാര്യത്തിൽ യോജിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ കാണുകയും അതിനെ വിലയിരുത്തുകയും ചെയ്തതിന് ശേഷമാണ് ജിൻറ്റുവിന് വോട്ട് ചെയ്താക്കണത്. എന്തുകൊണ്ട് ജാസ്മിൻ ചെയ്തില്ല? എന്തുകൊണ്ട് ഗബ്രിക്ക് ചെയ്തില്ല? ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് എന്തുകൊണ്ട് ചെയ്തില്ല? അതിലെ ഗെയിം മാന്യമായ രീതിയിൽ നല്ലൊരു ഗെയിം ജിൻറ്റു കളിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കൊടുത്തു. അതിലൊന്നും പറയാനില്ല. കളിക്കുന്നവർ ഒരുപാട് പേര് പുറത്ത് പോയിട്ടുണ്ട്. ലക്ക് തന്നെയാണ് വൺ ഓഫ് ദി മെയിൻ ഫാക്ടർ ഇവിടെ നിൽക്കണമെങ്കിൽ. സത്യസന്ധമായ രീതിയിൽ ഗെയിം കളിച്ച ആരും പുറത്തു പോയിട്ടില്ല. അമ്മാര് വർത്താനം പറയരുത് കേട്ടാ. ആരും പുറത്തു പോയിട്ടില്ല സത്യസന്ധമായ രീതിയിൽ. അതിനുള്ള ഉദാഹരണം ജിൻറ്റോ. പിന്നെ ലക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ലക്ക് എങ്ങനെയാണ് ഉണ്ടാവണത്? ഒരാളെ ലോട്ടെടുത്ത് കുറേ നാളെടുത്ത് അടിച്ചു കഴിയുമ്പോൾ നിൻ്റെ ഭാഗ്യമാണ്. അയാൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. ലക്ക് എന്ന് പറയുന്നത് വെറും വാക്കാണ്. ഭാഗ്യം എന്നൊക്കെ പറയണത്, എന്തൊരു കാര്യം കൈ കിട്ടി കഴിയുമ്പോഴും അത് നിൻ്റെ ഭാഗ്യമാണ്. അവൻ ആ പ്രയത്നിച്ചതിനെ കുറിച്ചൊന്നും പറയൂല. ലക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രയത്നിക്കാനുള്ളൊരു മനസ്സ് വേണം, അല്ലാതെ വെറുതെ ഒരു ലക്ക് കൊണ്ടൊന്നും കൈ കൊണ്ട് തരൂല. കാരണം നമ്മൾ എത്ര നന്നായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാലും നമ്മളെങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ഓഡിയൻസിന് നമ്മളോടുള്ള ഒരു പെർസെപ്ഷൻ. അപ്പോൾ ആ സാധനം ഒരു ഭാഗ്യം തന്നെയാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, ഭാഗ്യത്തിന് ഇനി പറയണ്ട. കാരണം ഭാഗ്യം എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ പ്രയത്നം കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഒട്ടും പ്രയത്നിക്കാതെ നിങ്ങൾക്ക് ആ കപ്പ് കയ്യിൽ തന്നെ നടക്കണ കേസാണ്. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ലത്. പ്രേക്ഷകരല്ല തീരുമാനിച്ചിരിക്കണം, വോട്ട് ചെയ്തിരിക്കണത് ജിൻറ്റോനി, ശരിയല്ലേ? അപ്പോൾ അത് ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ പ്രയത്നിച്ചില്ല. നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിയാനെ. അന്നേരം വേറെ ആരെങ്കിലും പറയും ഇത് ഗബ്രിയുടെ ഭാഗ്യമാണ്. ഇല്ല, എനിക്ക് വിഷമമില്ല. ഞാൻ ജാസ്മിനോട് അകത്ത് കയറിയ സമയത്താണെങ്കിലും എനിക്ക് പ്രയോറിറ്റി ജാസ്മിൻ കപ്പ് എടുക്കുക എന്നുള്ളതിനേക്കാൾ പ്രയോറിറ്റി പുറത്തിറങ്ങുമ്പോൾ ഞാൻ പോയൊരു സ്റ്റേറ്റിൽ കൂടെ ജാസ്മിൻ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ എന്നേക്കാളും ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് അവളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു കയറിയത്. അതിലും പുറത്തിറക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ജാസ്മിനോട് പറഞ്ഞു കൊടുത്തതിന് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഒന്നുകൂടി പേടിക്കാനായിട്ട് ഇടയായിട്ടുണ്ടാവും കുട്ടി. വല്ല കാര്യമുണ്ടോ ഞെട്ടിക്കേണ്ടത്? എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് മുന്നേ പോയി തന്നെ അദ്ദേഹത്തിനെ പേടിപ്പിച്ച് വിഷമിപ്പിച്ച് അദ്ദേഹം കരയുന്നൊരു സീനൊക്കെ അമ്മ കണ്ടാണ്. അവിടെ നിൽക്കുമ്പോഴും എൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ഇൻറ്റൻഷൻ, എൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഐ ജസ്റ്റ് വാണ്ടഡ് ടു മേക്ക് എ സ്ട്രോങ്. കാരണം മനക്കരുത്തില്ലാതെ അതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു അവസ്ഥയിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ആ വീടിൻ്റെ അകത്ത് അവളുടെ അത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ. എന്നാലും കുറച്ചൊക്കെ അനുഭവിച്ചിറങ്ങി കഴിയുമ്പോൾ ആ ഒരു എൻവയൺമെൻറ്റിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് സഫർ ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അതിനേക്കാളും ഭീകരമായിട്ടുള്ള എൻവയൺമെൻറ്റിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി മനുഷ്യനല്ലേ തളർന്നു പോകും. തളർന്ന് പോകരുത്. ഇത്ര ദിവസം ഈ ബിഗ് ബോസിൽ കിടന്ന് അറ്റാക്ക് ചെയ്യണപ്പോൾ നല്ല ചങ്കുറ്റി വരുന്നില്ലേ? തളരാൻ പാടില്ല. മനസ്സിൽ നല്ല പവർ കൂട്ടി കൊടുത്താൽ പോരെ. ലവ് ട്രാക്ക് ആണെന്ന് ഞാൻ ഒരിക്കലും ഗെയിമിൻ്റെ അകത്ത് എൻ്റെ വായ കൊണ്ട് ഞാൻ ലവ് ട്രാക്ക് ആണെന്ന്, അതൊരു ട്രാക്കാണെന്ന് പ്രേക്ഷകർക്ക് കാണുമ്പോൾ അവർ തോന്നുന്ന കാര്യം പറയുന്നു. നമ്മൾ അത് തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് എനിക്കും അവളെന്താ ചെയ്തതെന്നുള്ളത് ഇതിൻ്റെ അകത്തുള്ള ഓരോരുത്തരും എന്താ ചെയ്തിട്ടുള്ളതെന്ന് അവർക്കാണ് അറിയുള്ളൂ. പുറത്തുള്ള ആളുകൾക്ക് അത് കണ്ടുള്ള ശീലം, അല്ലെങ്കിൽ ഈ പറയുന്ന 24 മണിക്കൂറിന് ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ടുള്ളവർക്കുള്ള ഇത് മാത്രമേ ഉള്ളൂ. അത് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആണ്, അതിൽ വ്യത്യാസം വരും. ഇത് പറയണത് എല്ലാവരും അഭിനയമായിരുന്നു. പ്രണയത്തിൻ്റെ ഒരു തരി പോലും അതിനകത്ത് ഉണ്ടായില്ല എന്നാണ് ഗബ്രി സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മളെ പ്രേക്ഷകർ വിശ്വസിക്കണം അല്ലേ? ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്നത് വെറും അഭിനയമായിരുന്നു അല്ലേ? അത് ഇപ്പോൾ പറയാറായിട്ടില്ല. ഈ ചോദ്യം തന്നെ എൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം പ്രണയമല്ല എന്നുള്ളത് പലതവണ ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമോഷൻസ് തോന്നിയിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇമോഷൻസ് തോന്നിയിട്ടുണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കാരണങ്ങളും എല്ലാ കാരണവും ഇതിലേക്ക് പോകേണ്ട നമുക്ക്. അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഗുണം ചെയ്യും, എനിക്കത് ഗുണത്തെക്കാളേറെ എൻ്റെ ജീവിതത്തിന് അത് ബാധിക്കുക ചെയ്തത്. ഞാൻ ഇതിൻ്റെ പേരിൽ നാളെ ഇൻ്റർവ്യൂ ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറേ തെറിയേക്കാനും കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. പൊന്നെ, അപ്പം ഇനി അതിനെക്കുറിച്ച് പറയല്ലേ കേട്ടോ. പ്രണയത്തെക്കുറിച്ച് മിണ്ടേ വേണ്ട.